സംസ്ഥാനത്തെ സർവകലാശാല സെനറ്റുകളുടെയും സിൻഡിക്കേറ്റുകളുടെയും ഘടന പൊളിച്ചെഴുതാൻ സർക്കാർ. ബില്ലിന്റെ കരടിന് മന്ത്രിസഭ അംഗീകാരം നൽകി. സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കും. സർവകലാശാലകളുടെ ഉപകേന്ദ്രങ്ങൾ വിദേശങ്ങളിൽ വേണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി എതിർത്തതോടെ ഒഴിവാക്കി. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, വളരെ ശ്രദ്ധേയമായ നടപടികളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ഈ സിൻഡിക്കേറ്റിന്റെയും സെനറ്റുകളുടെയും ഘടന പൊളിച്ചെഴുതുക എന്നതിലൂടെ സർക്കാർ കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നത്? സർവകലാശാലകളിൽ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വന്ന ശേഷം വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് സർക്കാർ ഈ സർവകലാശാല ഭേദഗതി ബില്ല് കൊണ്ടുവന്നത്. പക്ഷേ അത് ഗവർണർ അംഗീകരിച്ചില്ല. അതിൽ ഗവർണറുടെ അധികാരം, ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രിയെ ചാൻസലർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ബില്ലാണ് സർക്കാർ കൊണ്ടുവന്നത്. അത് ഗവർണർ ദീർഘനാൾ തടഞ്ഞു വയ്ക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തു. രാഷ്ട്രപതി ആ ബില്ല് തടഞ്ഞു വച്ചിരിക്കുകയാണ്, അനുമതി നൽകാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർവകലാശാലകളിൽ പുതിയ ചില പരിഷ്കാരങ്ങൾ സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. സർക്കാരിന്റെ വിശദീകരണം ഇപ്പോൾ സർവകലാശാലകളിലെ പാഠ്യപദ്ധതിയിലടക്കം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ രീതിയിലേക്ക് മാറി 4 വർഷ ബിരുദ കോഴ്സുകൾ വന്നു. ക്രെഡിറ്റ് ട്രാൻസ്ഫർ സംവിധാനം സർവകലാശാലകൾ വന്നു. അതിനനുസരിച്ച് സ്റ്റാറ്റ്യൂട്ടുകളിൽ മാറ്റം വരുത്താനാണ് നിയമനിർമ്മാണം എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സർവകലാശാലകളുടെ പരമോന്നത സമിതിയായ സെനറ്റുകളുടെയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ബോഡിയായ സിൻഡിക്കേറ്റിന്റെയും ഒരു പൊളിച്ചെഴുത്താണ്, അവരുടെ ഘടനയിൽ പൊളിച്ചെഴുത്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സിൻഡിക്കേറ്റിലും അതുപോലെ തന്നെ സെനറ്റുകളിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ അതിപ്രസരമുണ്ട്, ആളുകളെ തിരികെ തള്ളിക്കയറ്റുന്നു എന്ന വിമർശനമുണ്ട്. അതുകൊണ്ട് അവിടെ ഈ അംഗങ്ങളുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ എണ്ണം വലിയ സർവകലാശാലകളിൽ 19ആയും ചെറിയ സർവകലാശാലകളിൽ 15ആയും കുറയ്ക്കാനുള്ള നിർദ്ദേശമുണ്ട്. അവരുടെ തെരഞ്ഞെടുപ്പ് രീതിയിലും മാറ്റമുണ്ടാകും. നോമിനേഷൻ എന്നുള്ളത് സർക്കാർ പ്രതിനിധികൾ മാത്രമായി നോമിനേഷൻ ചുരുക്കപ്പെടും. ബാക്കിയുള്ളത് തിരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതുമായി അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഭേദഗതികളാണ് കൊണ്ടുവരുന്നത്. സർവകലാശാലയുടെ ഉപകേന്ദ്രങ്ങൾ വിദേശങ്ങളിൽ നിലവിൽ ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം വഴി വിദ്യാർത്ഥികൾക്ക് ബിരുദം നേടാനുള്ള അവസരം നൽകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സർവകലാശാലയുടെ ഉപകേന്ദ്രങ്ങൾ വിദേശ സർവകലാശാലകളിൽ കൂടി തുടങ്ങണമെന്നൊരു നിർദ്ദേശം ഈ കരട് ബില്ലിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ ഇത് വന്നപ്പോൾ മുഖ്യമന്ത്രി അതിനെ എതിർത്തു. അങ്ങനെ ആ നിർദ്ദേശം ഒഴിവാക്കി. VC മാറുമ്പോൾ പ്രോ VC മാറണമെന്നൊരു നിർദ്ദേശം കൂടി നേരത്തെ സർക്കാർ ആലോചിച്ചതാണ്. അത്തരം ആ ഒരു പരിഷ്കാരവും കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിലും മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പുണ്ടായതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഈ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടുകളിൽ ഭരണ നിർവഹണത്തിൽ സമൂലമായൊരു അഴിച്ചുപണി ലക്ഷ്യമിടുന്ന ബില്ലാണ്, അതിന്റെ കരടാണ് മന്ത്രിസഭാ യോഗം തയ്യാറാക്കിയിരിക്കുന്നത്. അതിനിയും ചർച്ചകളുണ്ടാകും. അതിനുശേഷം നിയമസഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാർ സുപ്രധാനമായ ഒരു നീക്കത്തിലേക്കാണ് പോകുന്നത്. ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേറ്റപ്പോൾ മുതൽ സർക്കാരും ഗവർണറും തമ്മിൽ നിലനിന്നിരുന്ന തർക്കങ്ങളുടെ ഒക്കെ ഒരു പശ്ചാത്തലം ഇതിനുണ്ട്. ഏത് രീതിയിലാണ് ഈ സംവിധാനങ്ങളിൽ സർക്കാരിന് പൂർണ്ണമായൊരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നത് എന്ന് കൃത്യമായും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൊളിച്ചെഴുത്തിൽ എന്താണ് സർക്കാരിന്റെ മനസ്സിൽ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും എന്ന് പ്രതീക്ഷിക്കാം.